വളരെ സിമ്പിളായിട്ട് പാലക് ചീര എങ്ങനെ കറി ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പം എന്നാൽ കൂടെ കൂടിക്കോളി കേട്ടോ. ഇതാണ് പാലക് ചീര. കുറേ ആളുകൾക്ക് പാലക്ക് എന്ന് കേൾക്കുമ്പോൾ അതൊരു ചീരയാണ് എന്നുള്ളത് അറിയും കൂടിയെങ്കിലും അതെങ്ങനെയാണ്, ഏത് തരത്തിൽ എങ്ങനെയൊക്കെ നമ്മൾക്ക് പാകം ചെയ്ത് കഴിക്കാം എന്നുള്ളത് പോലും അറിയാത്ത ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ പല ചീരകളും പല രീതിയിലായിരിക്കും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഇന്നലെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ചുരുക്കം സമയങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചീര കിട്ടുള്ളൂ. നമ്മളത് തേടി പോവലൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കിത് കിട്ടൂല കേട്ടോ. നമ്മളെവിടെയാണെങ്കിലോ ഈ ഒരു ചീരയാണെങ്കിൽ ആരും കൃഷി ചെയ്ത് ഉണ്ടാക്കൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇനി എന്താണ് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഏകദേശം അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയെടുത്ത വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു തണ്ട് എന്ന് പറയുന്നത് മഷിത്തണ്ട് പോലെയാണ്. ഏകദേശം ഇതിൻ്റെ ഒരു തണ്ട് അരിഞ്ഞിട്ട് കളയൊക്കെ ചെയ്യും. അപ്പോൾ ഏകദേശം ഞാനതൊക്കെ സെറ്റാക്കി പീസാക്കിയിട്ട് ഞാനത് പാത്രത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പറ്റ ചെറുതാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ വെക്കുക എന്നുള്ളത് നോക്കിയാലോ. അപ്പം നമ്മൾ ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് മഞ്ഞ കളറില്ല, പരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയൊരു കുക്കറായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ, ഒരുപാട് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഒരുപാട് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നിങ്ങൾക്കൊന്ന് കൂട്ടി കൊടുക്കട്ടോ. പിന്നെ ഒരു തക്കാളിയും ഒരു 5 പച്ചമുളകുമാണ് കേട്ടോ. പിന്നെ ഈ ഒരു കറിയിൽ എന്ന് പറയുന്നത് മുളകിൻ്റെ ആ ചുവപ്പ് കളർ ഓവറായിട്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെ ഏതായാലും ഞാനിതിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ വേവിക്കാൻ ഇതിൻ്റെ മേലിൽ വെള്ളം അതിൻ്റെ ഒരേപോലെ വെള്ളം എന്നുള്ള രീതിയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇത് മഷിത്തണ്ട് പോലെയാണ്, ഒരു വെള്ളം പീച്ചി എന്നുള്ളതൊക്കെ പറയാം, അതേപോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനി അസലായിട്ട് ഇതിൻ്റെ മൂടിയൊക്കെ വെച്ചിട്ട് നമുക്കതങ്ങോട്ട് വേവിച്ചെടുത്താലോ. അപ്പോൾ എന്തായാലും ഞാൻ കുക്കറിലൊക്കെ ഇട്ടെടുത്ത് സ്റ്റൗമ്മലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ. ഏകദേശം ഒരു 4 വിസിലെങ്ങാനും വരണം കേട്ടോ. പിന്നെ നമുക്കധികം ആവശ്യമായിട്ടുള്ളതാണ് ഒരു വലിയൊരു നാരങ്ങോളം വലിപ്പത്തിലുള്ള കുറച്ച് പുളി കേട്ടോ. ഇത് കുരുമില്ലാത്ത പുളിയാണ്. അപ്പോൾ അത് കുറച്ച് പച്ചവെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ പാലക്കും അതുപോലെ പരിപ്പും ഒക്കെ വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏകദേശം സെറ്റ് ആയിക്കണമെന്നുള്ളതൊന്ന് നോക്കി നോക്കിയാലോ. അങ്ങനെ ഞാൻ കുക്കറാണെങ്കിൽ എന്താ തുറന്നിട്ടും കിട്ടണില്ല അല്ലേ. അങ്ങനെ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം കണ്ടോ ഇത് വേവൊക്കെ എല്ലാം ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് ഇല്ലാണ്ടാവും കേട്ടോ. കാരണം അങ്ങനെ ഒരു നൂല് പോലെ ആയിട്ട് ഇങ്ങോട്ട് ആ ഒരു ചീരയാണെന്നുള്ള തോന്നു പോലും ഇല്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മൾ പരിപ്പൊക്കെ എടുത്തിട്ട് നല്ലോണം അടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ സാധനമൊക്കെ ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. അങ്ങനെ ഞാൻ നല്ല പോലെ അടച്ചു കൊടുത്തിട്ടേ ഞാനിത് കുക്കറിൽ നിന്ന് മാറ്റാൻ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ അതിൽ പുളി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പുളിയാവുമ്പോൾ എന്താണ് കുക്കർ കേട് വരും കേട്ടോ. മുന്നേക്കെ ഇതുപോലെ തന്നെ പുളിയിട്ട സംഭവങ്ങളൊക്കെ കുക്കറിൽ വെച്ചിട്ടേ കുക്കറൊക്കെ ആകെ കേട് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇനി അത് പുള്ളി കുത്തണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അതൊന്ന് മാറ്റി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി കുക്കർ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ കുക്കറിൻ്റെ പോലെ എൻ്റെ മുഖത്ത് ഓരോരോ പുള്ളി കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു വകുപ്പ് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടേ ഞാൻ മുൻകൂട്ടി തന്നെ എന്ത് ചെയ്തു, പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നേരെ ഇതിലേക്ക് തന്നെ മൺപാത്രത്തിലേക്ക് ഇട്ടിട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് തിളപ്പിച്ചെടുക്കാം, പക്ഷെ ഞാൻ തിളപ്പിക്കുന്നില്ല. കാരണം ഇതിൽ ഓൾറെഡി തക്കാളിയും അതുപോലെ പുളിയുടെ വെള്ളം ചേർത്തതാണ്. പിന്നെ ഈ ഒരു കട്ട് ചെയ്ത് പാടുള്ളൂ കേട്ടോ. ഒരുപാട് കട്ടിയിൽ ഇതാവും ചെയ്യരുത്, എന്നാൽ ഒരുപാട് വെള്ളമായിട്ട് പോവുകയും ചെയ്യരുത്. ഈ ഒരു കുറുന്നനെയുള്ളത് കേട്ടോ. ഇത് നമുക്ക് ദോശയ്ക്കും അപ്പത്തിക്കും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏകദേശം അതൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്കുള്ള ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുന്നൊന്നും ഞാൻ ഇതിലേക്ക് ഉപ്പോ വേറെയുള്ള സംഭവങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കി അങ്ങനെ ഉപ്പും കാര്യങ്ങളൊക്കെ പാകമായിരുന്നു. ഇനി ഇതിന് ലാസ്റ്റ് ഒന്ന് വറവിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെ പാലക്കൊക്കെ വാങ്ങിയിട്ട് ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വറവിടാൻ പോവാണ്. ചട്ടിൻ്റെ കോലം നിങ്ങൾ നോക്കണ്ട കേട്ടോ. കട്ടില്ലാത്ത ചട്ടി ആയതുകൊണ്ട് നമുക്ക് അതിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതൊരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ചട്ടിയാണ്. ഒഴിവാക്കാൻ തോന്നണ്ടേ, മനുഷ്യന്മാരല്ലേ. അവിടെ നിൽക്കട്ടെ, ഇവരെ കൊണ്ടൊക്കെ നമുക്ക് ഉപകാരം ഉണ്ടെന്നേ. അപ്പോൾ പുതിയ പുതിയ ചട്ടികൾ ഇങ്ങനെ കാണുമ്പോൾ പഴയത് ഇങ്ങനെ ഒഴിവാക്കാനേ എനിക്ക് തോന്നൂല കേട്ടോ. കാരണം ഇതിലൊക്കെ ഞാൻ മീൻകറി വെച്ചിട്ട് ഞാൻ വേഗം മൺപാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കലാണ്. കാരണം ഇത് വേഗമാവും. മൺപാത്രം ആകുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും,
പിന്നെ അപ്പോൾ അതിലൊക്കെ തിളച്ച് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൺപാത്രത്തിലേക്ക് ഇതിൽ തിളച്ച് വന്ന് നേരെ മറ്റേലിക്കട് കൊണ്ടുപോയി ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് വെച്ചാൽ മതി സ്റ്റൗമൽ. അപ്പോൾ കറിയൊക്കെ സെറ്റാവും. അപ്പോൾ ഞാൻ ഇതിലിട്ടെടുത്തത് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടില്ലല്ലോ. ചെറിയ ജീരകവും കടുകുമാണ് ആദ്യം ഇട്ട് കൊടുത്തത്. അതിൻ്റെ പുറകിൽ തന്നെ വെളുത്തുള്ളിയാണ്, ഒരു 8-9 വെളുത്തുള്ളി ഉണ്ടാവും കേട്ടോ, അല്ലി ആയിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിൽ കരിവേപ്പിലയും ഇട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ആ ഒരു പാലക് ചീരയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാത്ത ആളുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പാലക് ചീര കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മുടെ നാട്ടിൽ ബംഗാളീസ് കൂടിയില്ലേ. അപ്പോൾ എന്തായി, അവർക്കൊക്കെ ഈ ഒരു പാലക് ചീര അല്ലാതെ നടക്കൂല. നമ്മളിവിടുത്തെ ചീരൊന്നും അവർക്ക് പിടിക്കൂല. അപ്പോൾ ഈ ഒരു ചീര കൊണ്ട് അവർ ഇറച്ചിയിലും അതുപോലെ ബീഫിൽ, മട്ടനിൽ, അല്ലാത്ത രീതിയിൽ ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് വെറും വെളുത്തുള്ളി മാത്രം ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് കഴിക്കലും അങ്ങനെയൊക്കെ ഉണ്ട്. പല വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഇത് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മളെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും പരിപ്പ് ഉണ്ടാവില്ലേ. അതോ നിൻ്റെ മാത്രം വീട്ടിലാണോ? കാരണം ഞങ്ങൾക്ക് പരിപ്പില്ലാതെ കഴിയൂലെന്നേ. അപ്പോൾ അങ്ങനെ ഏതായാലും ഇങ്ങനെ ഉണ്ടാക്കാത്ത ആളുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്തായാലും ഒന്നറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്കും നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. കാരണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. ഒരു പാലക് ചീര ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. മൂപ്പർക്ക് ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്തു കേട്ടോ. മൂപ്പർ കഴിക്കണ ചോറ് നല്ല മറ്റേ ബിരിയാണീൻ്റെ അരി വെച്ചിട്ട് സാധാ റൈസ് ആക്കിയിട്ടാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ സാധാരണ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന അരി വെച്ചിട്ടാണ് ഇവിടെ ചോറ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും നല്ല ബീഫും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് മൂപ്പര് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൂപ്പർക്ക് തന്നെ ആദ്യം വിളമ്പി കൊടുത്തിട്ടേ പറഞ്ഞു, നിങ്ങൾ ടേസ്റ്റ് ഉണ്ടോ നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ തന്നെ വെച്ചുണ്ടാക്കിയിട്ട് ഞാൻ തന്നെ നിങ്ങളോട് ഇത് രസമുണ്ടെന്ന് പറയുമ്പോൾ അത് രസമല്ലല്ലോ. മൂപ്പരാളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാണ്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത സമയത്ത് അതെങ്ങനെയുണ്ട് എന്നുള്ളത് ഞാനിങ്ങനെ ചോദിക്കുകയാണേ. ഇയാൾക്ക് എന്താ അത് നുള്ളിയിട്ടും കിട്ടണില്ലേ? ഓ കിട്ടിയിരിക്കണം. അപ്പോൾ എന്തായാലും ഇനി തിന്ന് കഴിഞ്ഞിട്ട് മൂപ്പരെങ്ങനെ പറയണമെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണേ, അല്ല നിങ്ങളിത് ഇറച്ചി കഷ്ണമൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുഖത്തേക്ക് എന്താ ഒരു നോട്ടെന്ന്. അപ്പോൾ അതാണെങ്കിൽ പിടിച്ചിട്ട് കിട്ടണില്ല. രസമുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നല്ല ബീഫ് വരട്ടും പാലക്കും പരിപ്പും കറിയും വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്ത ആളുകളൊക്കെ ഒന്ന് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.